ഹലോ എവ്രി വൺ, ഞാൻ കാവേരി എസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഞാൻ ഇന്ന് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് മാത്രമല്ല, 2 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിന്റെ അമ്മ കൂടിയാണ്. കുഞ്ഞുങ്ങൾ ജനിച്ച് ഒരു 2 to 4 വീക്സ് തുടങ്ങി 4 മാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻഫന്റൈൽ കോളിക്. അതായത് വൈകിട്ട് അല്ലെങ്കിൽ ഒരു സന്ധ്യാസമയമാകുമ്പോഴത്തേനും കുഞ്ഞ് നിർത്താതെ കരയുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്റെ മോൾക്ക് ഏകദേശം ഒരു 1.5 മാസമായപ്പോഴാണ് ഈ കോളിക് സിംറ്റംസ് സിവിയർ ആയിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ വരുന്നത്. അപ്പൊ എന്റെ വീട്ടിലുള്ളവർ പറയുമായിരുന്നു, എനിക്കും ചെറുപ്പത്തിലേ ഇങ്ങനെ ഉണ്ടായിരുന്നു, സന്ധ്യ കഴിഞ്ഞ സമയത്ത് നിർത്താതെ ഉള്ളൊരു കരച്ചിൽ ഉണ്ടായിരുന്നു, പാരമ്പര്യമാണെന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പൊ അവര് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് പ്രത്യേകിച്ച് അസുഖമൊന്നും അല്ല, കുഞ്ഞിന് ഇച്ചിരി നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മൾ എന്നാലും അത് വെച്ചോണ്ടിരുന്നില്ല. 1-2 ദിവസം ഇങ്ങനെ നിർത്താതെയുള്ള കരച്ചില് വന്നപ്പോഴേക്കും നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടപ്പോഴേക്കും നമ്മൾ വേഗം തന്നെ പീഡിയാട്രീഷ്യനെ കാണിച്ചു. അപ്പൊ ഈ വൈകിട്ടുള്ള കരച്ചില്, സന്ധ്യ കഴിഞ്ഞ സമയത്തുള്ള കരച്ചിൽ എന്ന് പറഞ്ഞപ്പോഴേ പീഡിയാട്രീഷ്യൻ പറഞ്ഞു അതിനെ കോളിക് എന്നാണ് പറയുന്നത്. അത് കുഞ്ഞിന് വയറ്റിലെ ഗ്യാസ് കയറിയിട്ടുള്ളതാണ്, കമന്ന് വീഴുന്ന പ്രായമാകുമ്പോഴേക്കും മാറിക്കോളും, നോർമലി ഈ പ്രായത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണെന്നാണ് പീഡിയാട്രീഷ്യൻ പറഞ്ഞത്. അതിനൊരു മെഡിസിനും തന്നിരുന്നു. റെഗുലർ ആയിട്ട് അത് കൊടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിൽ ഇതുപോലെ നിർത്താതെയുള്ള കരച്ചിലുണ്ടെങ്കിൽ മാത്രം കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അത് ഇത്ര തവണയിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പീഡിയാട്രീഷ്യൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കും എല്ലാ ദിവസവും മരുന്ന് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഇവൻ മരുന്ന് കൊടുത്താൽ പോലും കുഞ്ഞിന്റെ ഡിസ്കംഫർട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല, ആ ഒരു ഇന്റൻസിറ്റിയിൽ കുറവുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കോളിക്ക് പിറ്റേ ദിവസം വരാതിരിക്കുന്നുമില്ല, പിറ്റേ ദിവസം വൈകിട്ടാകുമ്പോഴും ഇതുപോലെ തന്നെ കരച്ചിലാണ്. ഞാനിപ്പോ ഹോമിയോപ്പതി ട്രൈ ചെയ്ത് നോക്കി, മോഡേൺ മെഡിസിൻ ട്രൈ ചെയ്ത് നോക്കി, എന്തെല്ലാം ചെയ്തിട്ടും കുഞ്ഞിന് ഈ കോളിക് എന്നുള്ള സംഭവം മാറുന്നില്ല. ഇത് കണ്ടു നിൽക്കാനായിട്ട് നമുക്കും അമ്മമാർക്കും ബുദ്ധിമുട്ടാണ്, വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്താലും കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നില്ലല്ലോ, നിർത്താതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ സമയത്തൊക്കെ കുഞ്ഞിനെ തോളത്തിട്ട് തട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അപ്പൊ അവസാനം ഈ കരഞ്ഞ് തളർന്നിട്ടാണ് കുഞ്ഞ് ഉറങ്ങിയിരുന്നത്. എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമവും നമുക്ക് ഭയങ്കര ഒരു ആശങ്കയൊക്കെ ആയിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇതിനകത്ത്. അപ്പൊ ഞാൻ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് ഒക്കെ വായിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായത് കോളിക്കിന് കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇന്ന കാരണം കൊണ്ട് വരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ ബവൽ ഇമ്മാച്ചുവർ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ ഡയറ്റിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില ഫുഡ്സിനോട് അലർജി ഉള്ളത് കൊണ്ടൊക്കെ കോളിക് സിംറ്റംസ് വരാം എന്ന് വായിക്കാൻ കഴിഞ്ഞു. ഡയറക്റ്റ് നമ്മൾ കുഞ്ഞിന് ഫുഡൊന്നും കൊടുക്കുന്നില്ലെങ്കിലും നമ്മൾ അന്നേരം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണല്ലോ. എന്നിരുന്നാലും അമ്മമാരുടെ ഡയറ്റ് കുഞ്ഞിന് നമ്മൾ മുലപ്പാലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ എഫക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഞാൻ സ്റ്റഡീസിൽ വായിച്ചത് പശുവിൻ പാല് നമ്മുടെ ഡയറ്റിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, മാറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കോളിക് സിംറ്റംസിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഇത് 1-2 ദിവസം നിർത്തിയിട്ട് കാര്യമില്ല, ഒരു 4 to 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പശുവിൻ പാല് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കോളിക് സിംറ്റത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. ചില അമ്മമാര് പശുവിൻ പാൽ ഉപയോഗിക്കുന്നില്ല എന്നിട്ടും കുഞ്ഞിന് കോളിക് സിംറ്റംസ് ഉള്ളതായിട്ട് പറയാറുണ്ട്. പക്ഷേ ഈ സ്റ്റഡിയിൽ പറയുന്നത് 71% കുട്ടികൾക്കും അമ്മമാരുടെ ഡയറ്റിൽ നിന്ന് പശുവിൻ പാല് മാറ്റിക്കഴിഞ്ഞപ്പോൾ വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതൊരു ബിഗ് നമ്പർ ആണല്ലോ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പശുവിൻ പാൽ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ചിലർ പറയും ബൂസ്റ്റ് ഇട്ടാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ടാണ് കുടിക്കുന്നത്. എന്തിട്ടാണെങ്കിലും ഏത് ഫോമിലാണെങ്കിലും കഴിക്കാൻ പാടില്ല. ഇനി മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്നും കുടിക്കാൻ പാടില്ല. ഒരു ഫോമിലും നിങ്ങൾ പശുവിൻ പാൽ എടുക്കാതെ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. എനിക്ക് തോന്നുന്നു നമ്മൾ പനീറായിട്ടും തൈരായിട്ടും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇത് ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടോ പറയുന്നതല്ല കേട്ടോ, ഒരു മദർ എന്നുള്ള രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ആ സമയത്ത് ആട്ടിൻപാൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ പശുവിൻ പാലിന് പകരം കുറച്ച് നാൾ ആട്ടിൻപാൽ ഉപയോഗിച്ചിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റെന്തെങ്കിലും പ്രോട്ടീൻ വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 4 to 7 ഡേയ്സ് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റുന്നതാണ്. ഞാനിത് എടുത്ത് പറയാൻ കാരണം, ചിലപ്പോൾ നമ്മൾ 2-3 ദിവസം ചെയ്തിട്ട് കുഞ്ഞിന്റെ ഈ അസഹനീയമായ കരച്ചിലിൽ ഒരു വ്യത്യാസം വരുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും പശുവിൻ പാല് മാറ്റിയത് കൊണ്ടൊന്നും കാര്യമില്ല, സ്റ്റഡീസിൽ വെറുതെ പറയുന്നതാണെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും പാല്, ചായ ഈ രീതിയിൽ
കണ്ടിന്യൂ ചെയ്യും, നമ്മുടെ ഡയറ്റിൽ ഇത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, പ്രത്യേകമായിട്ട് നമ്മളൊരു 7 days അത് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിന്യൂസ് ആയിട്ട് 7 days നിർത്തി കഴിയുമ്പോൾ 8ാമത്തെ ദിവസം തുടങ്ങിയൊക്കെയാണ് കുട്ടികളിൽ ഈ ചേഞ്ചസ് കാണുന്നതായിട്ട് പഠനങ്ങളിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്തു നോക്കണം. പിന്നെ ഇത് കഴിഞ്ഞൊരു 4 മാസമൊക്കെ ആയ സമയത്ത് കുഞ്ഞ് കമന്ന് വീഴാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലായിരിക്കും, ഇത്രയും നാളായിട്ട് പിന്നെ ഈ ബുദ്ധിമുട്ട് കുഞ്ഞിനില്ല, ചെറിയ രീതിയിലുള്ള ഡിസ്കംഫേർട്ട് കാണിച്ചു, പിന്നെ അതും നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്ന രീതിയിലൊരു ഡിസ്കംഫേർട്ട് കണ്ടിട്ടേ ഇല്ല. തിരിച്ച് ഞാൻ പശുവിൻ പാല് കുടിക്കാൻ തുടങ്ങിയപ്പോൾ വിത്തിൻ 2 to 3 days ഈ കോളിക് സിംറ്റംസ് റീഅപ്പിയർ ചെയ്തു. അപ്പൊ വീണ്ടും കുഞ്ഞിന് വൈകിട്ടാവുമ്പോഴത്തേനും ഈ ഒരു ഡിസ്കംഫേർട്ടും കരച്ചിലും വരാൻ തുടങ്ങി. സാധാരണ ഇതൊരു 4 മാസം വരെയൊക്കെയാണ് ഉണ്ടാവുമെന്ന് പറയാറുള്ളത്. അപ്പൊ എന്റെ കുഞ്ഞിന് 4 മാസം ആയിട്ടുണ്ടായിരുന്നില്ല, 4 മാസത്തിനോട് അടുപ്പിച്ചാണ് ഇത്. പിന്നെ കുഞ്ഞ് കമന്ന് വീണു, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോഴാണ് ഞാൻ പശുവിൻ പാല് കുടിച്ച കുഴപ്പമില്ലായിരിക്കും എന്നോർത്ത് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് കാരണം ആട്ടിൻ പാലിന്റെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂ ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് പാല്, മുട്ടയൊക്കെയാണല്ലോ. അപ്പോ ഇത്രയും നാളായിട്ട് കുഞ്ഞിന് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും കുടിച്ചു നോക്കിയതാണ്. അപ്പൊ ഈ സിംറ്റംസ് റീഅപ്പിയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിത് നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളൊരു ചേഞ്ച് കണ്ടതെന്ന്. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ തന്നെയാണെന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കാര്യം സയന്റിഫിക് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ചേഞ്ച് വരുത്തിയെങ്കിലും ചിലപ്പോൾ അത് തനിയെ മാറിയതായിരിക്കും എന്നൊക്കെ എൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് നമ്മൾ ഈ പശുവിൻ പാല് റീഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുഞ്ഞ് വീണ്ടും കോളിക് സിംറ്റംസ് കാണിച്ചപ്പോഴാണ് അങ്ങനെയല്ല, ഇതിനകത്തൊരു പ്രാധാന്യമുണ്ട്, ഇത് നിർത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കണം വ്യത്യാസം വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ കാരണം ഒരുപാട് കുഞ്ഞുങ്ങളും അമ്മമാരും ഈ ഒരു പ്രശ്നം കാരണം സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മളൊരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളോടും ചോദിക്കുമ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പലർക്കും അറിയില്ല. അപ്പൊ നമ്മൾ അത്രയും നാള് നമ്മളും കുഞ്ഞും കിടന്ന് സഫർ ചെയ്യാണ്. എല്ലാവർക്കും ഇതുപോലെ സ്റ്റഡീസ് എടുത്ത് വായിക്കാൻ പറ്റണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റഡീസ് ഉണ്ടായിരിക്കുന്നത് തന്നെ നമുക്ക് അറിയാൻ പറ്റണമെന്നില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, സ്റ്റഡീസ് വായിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാനിത് കണ്ടുപിടിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുന്നതും. ഞാനിത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയില്ലായിരുന്നെങ്കിൽ അത്രയും നാള് കുഞ്ഞ് ഇതുപോലെ തന്നെ സഫർ ചെയ്തേനെ, കരഞ്ഞേനെ. അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു ഇൻഫർമേഷൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഷെയർ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഇത് ആർക്കെങ്കിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം വരികയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണല്ലോ. കുഞ്ഞുങ്ങൾ സഫർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഇപ്പൊ നമ്മുടെ കുഞ്ഞല്ലെങ്കിൽ പോലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.